വചനമഴ ലോഗോസ് ക്വിസിലെ ഒരു മാതൃകാ ചോദ്യമാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. ആദ്യമായി റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം 1: ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഓപ്ഷൻ: ന്യായാധിപരുടെ, ജോഷയുടെ, സി സാമുവലിൻ്റെ, ഡി രാജാക്കന്മാരുടെ. ആൻസർ എ ന്യായാധിപന്മാരുടെ. 2: യൂദയായിലൊരു ബെത്ലഹേംകാരനായ എലേമിലേക്കിൻ്റെ ഭാര്യ ആര്? എ റൂത്ത്, ബി റഹാബ്, സി നവോമി, ഡി ദബോറ. ഉത്തരം സി നവോമി. 3: അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. ആരുടെ വാക്കുകൾ? എ ഓർഫ, ബി നവോമി, സി റൂത്ത്, ഡി താമാർ. ആൻസർ സി റൂത്ത്. 4: റൂത്ത് ബോവാസിനെ വിളിച്ചത് എന്ത്? എ സഹോദരൻ, ബി പ്രഭു, സി സ്നേഹിതൻ, ഡി യജമാനൻ. ആൻസർ ഡി യജമാനൻ. 5: റൂത്ത് 2:20 സമാനമായ മറ്റൊരു പഴയ നിയമഭാഗം. എ ലേവ്യർ 25:20, ബി ലേവ്യർ 15:20, സി ലേവ്യർ 15:10, ഡി ലേവ്യർ 25:25. ആൻസർ ഡി ലേവ്യർ 25:25. ക്വസ്റ്റ്യൻ നമ്പർ 6: റൂത്ത് 3:15 പ്രകാരം എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിൻ്റെ മേലങ്കിയിലിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുത്തത്? ഉത്തരം ഓപ്ഷൻ എ 4, ബി 7, സി 6, ഡി 3. ഉത്തരം സി 6. ക്വസ്റ്റ്യൻ നമ്പർ 7: നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് ആരാണ് നവോമിയോട് പറഞ്ഞത്? ഓപ്ഷൻ എ സ്ത്രീകൾ, ബി അയൽപക്കക്കാർ, സി ബന്ധുക്കൾ, ഡി നഗരവാസികൾ. ആൻസർ ബി അയൽപക്കക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 8: ദാവീദിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ജെസെ, ബി ഒബാദ്, സി സാൽമോൻ, ഡി പേരസ്. ഉത്തരം എ ജെസെ. ക്വസ്റ്റ്യൻ നമ്പർ 9: റൂത്ത് ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? ഓപ്ഷൻ 7, ബി 10, സി 6, ഡി 8. ആൻസർ ഡി 8. ക്വസ്റ്റ്യൻ നമ്പർ 10: നവോമി ഡാഷ് മാറോടണച്ചു. ഓപ്ഷൻ എ കുട്ടിയെ, ബി ശിശുവിനെ, സി പൈതലിനെ, ഡി കുഞ്ഞിനെ. ആൻസർ ബി ശിശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 11: എൽക്കാനയുടെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ യെറോഹാം,
ബി എലീഷു, സി തോഹു, ഡി സൂഫ്. ആൻസർ എ യറോഹ. ക്വസ്റ്റ്യൻ നമ്പർ 12. 1 സാമുവേൽ 1:8 ഭർത്താവായ എൽക്കാന ഹന്നായോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 4, ബി 3, സി 5, ഡി 2. ആൻസർ ഓപ്ഷൻ ബി 3. 13ാമത്തെ ചോദ്യം. ഹന്നായുടെ കീർത്തനം എത്രാം അധ്യായത്തിലാണ്? ഓപ്ഷൻ എ 5, ബി 3, സി 2, ഡി 4. ഉത്തരം സി 2. ക്വസ്റ്റ്യൻ നമ്പർ 14. ഏലിയുടെ പുത്രന്മാരുടെ പാപം ഡാഷ് ഗുരുതരമായി തീർന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ കർത്താവിൻ്റെ സന്നിധിയിൽ, ബി ദൈവസന്നിധിയിൽ, സി അഭിഷിക്തൻ്റെ സന്നിധിയിൽ, ഡി ജനങ്ങൾക്കിടയിൽ. ആൻസർ ബി ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. 1 സാമുവേൽ 2:21 പ്രകാരം ബാലനായ സാമുവേൽ ആരുടെ സന്നിധിയിൽ വളർന്നു വന്നു? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ, ബി മനുഷ്യരുടെ, സി ഗുരുനാഥൻ്റെ, ഡി കർത്താവിൻ്റെ. ആൻസർ ഓപ്ഷൻ ഡി കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിരസിക്കുന്നവർ നിന്ദിക്കപ്പെടും. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ 1 സാമുവേൽ 2:30, ബി 1 സാമുവേൽ 2:21, സി 1 സാമുവേൽ 2:31, ഡി 1 സാമുവേൽ 2:36. ആൻസർ ഓപ്ഷൻ എ 1 സാമുവേൽ 2:30. ക്വസ്റ്റ്യൻ നമ്പർ 17. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ കർത്താവ് സാമുവേലിനെ എത്ര പ്രാവശ്യം വിളിച്ചു? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 4. ക്വസ്റ്റ്യൻ നമ്പർ 18. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ സ്ഥലം? ഓപ്ഷൻ എ എബ്നേസർ, ബി ഷീലോ, സി അഫേക്, ഡി മോവാബ്. ആൻസർ ഓപ്ഷൻ ബി ഷീലോ. ക്വസ്റ്റ്യൻ നമ്പർ 19. 1 സാമുവേൽ 4:1 ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നവർ ആരാണ്? ഓപ്ഷൻ എ ഫിലിസ്ത്യർ, ബി അമോന്യർ, സി അമലേക്യർ, ഡി മോവാബ്യർ. ആൻസർ ഓപ്ഷൻ എ ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഓപ്ഷൻ എ 30, ബി 35, സി 40, ഡി 25. ഉത്തരം ഓപ്ഷൻ സി 40. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇക്കാബോദ് എന്ന വാക്കിനർത്ഥം എന്ത്? എ മഹത്വമില്ല, ബി മഹത്വം, സി മാഹാത്മ്യം, ഡി മഹോന്നതം. ഉത്തരം മഹത്വമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 22. ഫിലിസ്ത്യർ അഷ്ദോദിൽ നിന്നും ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുപോയത് എങ്ങോട്ട്?
ഓപ്ഷൻ എക്രോൺ, ബി ഗത്ത്, സി എബ്നെസർ, ഡി ഷീലോ. ഉത്തരം ഓപ്ഷൻ ബി ഗത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 23. കർത്താവിൻ്റെ പേടകം ഡാഷ് മാസം ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, സി 8, ഓപ്ഷൻ ഡി 7. ഉത്തരം ഓപ്ഷൻ ഡി 7. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇസ്രയേലിയരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുമ്പോൾ ഏത് ബലിക്കുള്ള വസ്തുക്കൾ കൊടുത്തയക്കണം? ഓപ്ഷൻ എ പ്രായശ്ചിത്ത ബലി, ബി ദഹനബലി, സി പാപപരിഹാര ബലി, ഡി സമാധാന ബലി. ആൻസർ ഓപ്ഷൻ എ പ്രായശ്ചിത്ത ബലി. ചിരി എന്താണെന്നാണ് സഭാപ്രാസംഗ്യൻ മനസ്സിലാക്കിയത്? ഓപ്ഷൻ മോഷത്തരം, പരിഹാസം, സി ഭ്രാന്ത്, ഡി സന്തോഷം. ഉത്തരം ഓപ്ഷൻ സി ഭ്രാന്ത്. താങ്ക് യു.